ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. അതിന് ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലേ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കും. ഈ ട്രോളുകളിലൂടെയൊക്കെ ഈ രേണുസുതിയെ കേൾപ്പിക്കുന്നത് വേറൊന്നും അല്ല, അല്ലെങ്കിൽ രേണുസുതിയെ പറയുന്നത് അവരും വളരെ മാന്യമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിലപാടുകൾ വിൽക്കരുത്. അത് മാനം വിൽക്കുന്നതിന് തുല്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. ആ രീതിയിൽ എനിക്കത് കാണാനും പറ്റത്തുള്ളൂ. അപ്പ കാണുന്നവന് അപ്പ 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 എന്ന് വിളിക്കാനും നിൽക്കരുത്. അതും വളരെ വളരെ മോശമായ കാര്യമാണ്. നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. സാഹചര്യം അനുസരിച്ച് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സാഹചര്യത്തിലൊക്കെ വന്നിട്ട് നിലപാട് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. രേണുസുതി എന്തുകൊണ്ടാണ് വൈറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറലായത് കൊണ്ടാണ് വൈറൽ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ രേണുസുതി എന്റെ അടുത്ത് എത്ര പേരെന്നറിയുമോ പോസ്റ്റലിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയെങ്കിലും നിർത്താൻ പറ്റുന്ന അവർക്ക് ഈ ഫീഡിൽ വരുന്നത് ഒന്ന് എങ്ങനെയെങ്കിലും നിർത്തി കിട്ടണം. എത്ര റീൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ കൂടി രേണുസുതി ആ ഒരു സംഭവം വരുന്നത് കൊണ്ട് തന്നെ അവർക്കത് നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പറ്റുമോ എന്നൊക്കെ എന്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനമാണ്. ഡോൺ റെക്കമെൻഡ് അടിച്ച് വേണമെങ്കിൽ പോകാം. പക്ഷെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോയിൽ രേണുസുതിയെ പറ്റി സംസാരിക്കാനല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ശാരികയും രേണുസുതിയും കൂടി മൈൽ സ്റ്റോൺ മേക്കറിൽ ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ക പ്ലാൻഡ് സാധനം. പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പ്ലാൻഡ് സാധനം. റീച്ചിന് വേണ്ടി കാണിച്ച കോപ്രായം. ഇവിടെ ആരാണ് വിഡ്ഢികളാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളാണ്. ഇത് ഒറിജിനലാണ്, ഇത് അവർ സ്ക്രിപ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരുന്ന് കാണുന്ന ജനങ്ങളും ഞാനും നിങ്ങളൊക്കെയാണ് വിഡ്ഢികൾ. അല്ലാതെ അവരിതൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു, റീച്ച് ഉണ്ടാക്കുന്നു, എല്ലാം സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ ശാരിക ഈ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എടുത്തത് കൊണ്ടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. നിലപാടെന്ന് പറയുന്ന സാധനം 7 അയലത്തുകൂടി ശാരികയ്ക്ക് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഇന്റർവ്യൂവിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും നമുക്ക് ആദ്യം ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണ് അത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്. കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചിച്ചേട്ടൻ മരിച്ചും പോയി. ദുബായ് പോകാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സൂചിച്ചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു. പക്ഷെ സിമ്പിൾ ബട്ട് പവർഫുൾ. ഓക്കെ, വേറെ ജോലിയൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ശാരിക ചോദിക്കുന്നത്. ഈ ജോലി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ജോലി മാത്രമേ ഉള്ളൂ, എനിക്ക് ഇതേ പറ്റത്തുള്ളൂ. ഈ രേണുവിന് സ്റ്റാർ മാജിക്കിൽ നിന്നും ജോലി ഓഫർ ചെയ്തിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് രേണു ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി പോകുന്നത്. അത് അവരുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കോപ്രായമായിട്ടാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ സുധിച്ചേട്ടനോടുള്ള ഒരു സ്നേഹവും സഹതാവും അതാണ് രേണുവിന് കിട്ടിയത്. അത് രേണു കളഞ്ഞു കുളിച്ചു. ഇപ്പോ നേരത്തെ ഒരു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ രേണുസുതി? ഞാനല്ല, രേണുസുതി പറഞ്ഞു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞു. അവരെ 100 പ്രാവശ്യം ഞാൻ അങ്ങനെ. ഓക്കെ, ആ തള്ളച്ചി പറയുന്നത് ഒരു 400 രൂപ മുടക്കി നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കയറി വരുന്നത് രേണുസുതി. എന്റെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ. കുട്ടികളെ കാണിക്കരുത്. കാണണ്ട, കുട്ടികളെ കാണിക്കട്ടെ, കണ്ണടപ്പിച്ച് വെക്കട്ടെ. അതെങ്ങനെ രേണു കണ്ണടച്ച് വയ്ക്കാൻ പറ്റും? നമ്മൾ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോ വരുന്നത് നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണടച്ചൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അവര് പറഞ്ഞത് കറക്റ്റാണ്. ഇവർ ഈ തള്ളച്ചി എന്ന് പറഞ്ഞ ലേഡി പറഞ്ഞ കറക്റ്റാണ്. കാരണം എന്റെ അടുത്ത് തന്നെ ഒരുപാട് അമ്മമാർ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇതെങ്ങനെ ഒന്ന് നിർത്താൻ പറ്റും, ഇത് നമ്മുടെ ഫീഡിൽ എപ്പോഴും വരുന്നു, എങ്ങനെയെങ്കിലും അതൊന്ന് നിർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞത്. എനിക്കത് അറിയാം. അതുകൊണ്ടാണ്. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു. ലോ ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാലും സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയെന്ന് ചോദിച്ചാൽ ഞാൻ സത്യം എന്ന് പറഞ്ഞില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലേ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വിളിക്കുന്ന പൊതുമുതല രേണുസുതി അതെന്തുവാണ്? പഞ്ചായത്ത് വകെ എന്തുവാടായത്? അതൊക്കെ വളരെ മോശമായിട്ടുള്ള വർത്തമാനം. മല്ലേ ശാരിക, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചിരിച്ചുകൊണ്ടല്ലാണ്ട് ഈ ഇന്റർവ്യൂ കാണാൻ പറ്റുന്നില്ല. കാരണം ശാരികയുടെ നിലപാട് മാറ്റമാണ്. ഒരു നിലപാടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് ഈ ഇന്റർവ്യൂവിൽ നിന്ന്. അല്ലെ? കാരണം എന്താണെന്ന് പോകെ നിങ്ങൾക്ക് പിടികിട്ടും. അമ്മാതിരി പരിപാടിയാണ് ശാരിക കാണിച്ചു വെച്ചിട്ടുള്ളത്. ശാരികയുടെ വിചാരം താൻ എന്തോ വലിയ ബോൾഡാണ്, സ്ട്രോങ് ആണ്, മറ്റാണ്, തൊലിയാണ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിലപാടെന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇല്ല. വ്യക്തമാക്കി തരാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു തലക്കനമില്ല.
ഞാൻ തലക്കനോട്ടേക്ക് AC ബസ് അല്ലെങ്കിൽ AC ട്രെയിൻ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിൻ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല, അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കല്ലോ, വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം അദ്ദേഹം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിൽ തോന്നലല്ല. അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ് അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ് അഭിനയം? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോഭനയും. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ആവാം, അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. നിങ്ങൾ സമ്മതിക്കും? എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല, എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമെന്ന് ഞാനല്ലോ തീരുമാനിക്കും, സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ, ഇത്രയും നാളുള്ളത് കാണിക്കും. നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവളെ പോലെ നടിയാവണം എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നെ പോലെ നടിയാവണം, എന്നെക്കാട്ടിലും വേറെ നടിയാവണം എന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ എന്റെ ഇതേ അല്ലത്. സിനിമാ നടി ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോൾ ആകുമായിരിക്കും. ഓക്കെ. ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല, അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല, അവര് ഫുൾ സപ്പോർട്ട്. എല്ലാ ബന്ധുക്കളും ഭയങ്കര സപ്പോർട്ട്, കസിൻസ് എല്ലാം. ശരി. ഭയങ്കര ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നുണ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു കൂട്ടി? അഭിനയിക്കുന്നു, എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയം എന്ന് പറയാം. ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഉടനീളം മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ശാരിക രേണുവിനോട് ചോദിക്കുകയും രേണു എന്തൊക്കെയോ ഉത്തരം പറയുന്നു. അങ്ങനെ ഇവര് തമ്മിലൊരു ഡിബേറ്റ് രീതിയിലാണ് ഈ സാധനം പോകുന്നത്. പക്കാ സ്ക്രിപ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരികയ്ക്ക് ഒരു നിലപാടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് വ്യക്തമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു നിലപാടിൽ വേണം നിൽക്കാൻ, അല്ലാതെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ നിലപാട് കാണിക്കുന്ന രീതി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശാരികയിൽ നിന്നും എനിക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം രേണുവിനെ വേറെ ചാനലിൽ പോയിരുന്ന ഫുൾ സപ്പോർട്ട്, അവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, മറ്റാണ് തേങ്ങയാണ് തൊലിയാണെന്ന്. എന്നാൽ ഇപ്പുറത്ത് വന്നിരുന്ന രേണുവിനെതിരെ സംസാരിക്കുന്നു, രേണുവിനെ മുന്നിൽ കിട്ടിയപ്പോൾ. എന്തുപാടാ, ഒരു നിലപാടില്ലായ്മയല്ലേ ഈ കാണുന്നതും കേൾക്കുന്നതും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തുടങ്ങാം. എല്ലാം കണ്ടോടാ, നീ ആരാണ് കാണിച്ചത്, നീ ആരാണ് എനിക്ക് പേരിട്ടത്, അതുപോലെ അവരെടുത്ത വസ്ത്രങ്ങളെ കുറിച്ച് എങ്ങനെ മലയാളികൾക്ക് തരം താഴാൻ സാധിക്കുന്നു? രേണുസുതി നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നമ്മൾ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. അവർ തുണി അഴിച്ചിട്ടല്ല ജീവിക്കുന്ന ഒരു വൃത്തിയായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ക്യാമറ മുമ്പിൽ നിന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഒരു കലയിൽ അഭിനയിക്കുന്ന, ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ദയാവതം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള സെറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അത്യാവശ്യം വർക്കുകളൊക്കെ ഉണ്ടെന്നൊക്കെ അവരുടെ ചാനലിൽ നിന്ന് പറയുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും രേണുസുതിയെ കുറിച്ച് അറിയണമെങ്കിൽ ഈ മഞ്ഞക്കാർ പറയുന്നതിന് അറിയണ്ടല്ലോ. അവരുടെ സ്വന്തം ചാനലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ട് ലൈവിൽ പോകാനും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഒന്ന് പറയാനും അവരുടെ സ്വന്തം ചാനലുള്ളതുകൊണ്ട് തന്നെ ഇനി ആരുടെയും അർത്ഥങ്ങൾ ദ്വയാർത്ഥങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. ഒരു പക്ഷേ അതൊക്കെ അന്യറമോ അമ്പി ഇങ്ങനെ മാറത്തില്ലല്ലോ. ആ രീതിയിലാണല്ലോ നമ്മുടെ ശാരിക ചേച്ചി മാറുന്നത്. ചേച്ചി എന്തുവാ ഇത്? അപ്പുറത്ത് വരുന്ന അവർക്കെതിരെ ഇപ്പുറത്ത് വന്നിരുന്ന അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കി, രണ്ടു വള്ളത്തിൽ കാലുകെട്ടാൻ നിൽക്കരുത്. ഞാൻ പറയാൻ അറിയാമല്ലോ. അതുകൊണ്ട് എന്തുവാ ഇതൊക്കെ? എന്തുവാ? വളരെ മോശം. ഒരു നിലപാടെന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത് മനുഷ്യന് വളരെ നല്ലതാണ്. ഞാൻ എവിടെ പോയാലും ഏത് അടുപ്പിന്റെ അകത്ത് പോയാലും ഞാൻ ഈ ഒരൊറ്റ നിലപാടിൽ തന്നെ ഉറച്ചിരിക്കും. അല്ലാതെ അവിടെ പോയിട്ട് അവിടെ കാണുമ്പോൾ വേറെ നിലപാട്, ഇപ്പുറത്ത് വന്ന് വേറെ നിലപാട്, ആ സംഭവം എനിക്കില്ല. ഇതെന്തുവാ? വളരെ 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 എനിക്ക് ഒരു പുച്ഛമാണ് തോന്നുന്നത്. ഈ റീച്ചിന് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കുന്നത്. ചിലപ്പോൾ അഭിപ്രായങ്ങൾ മാറാറുണ്ട്, പക്ഷെ ഇപ്പുറത്ത് വരുമ്പോൾ ഒരു നിലപാട്, അപ്പുറത്ത് പോകുമ്പോൾ വേറെ നിലപാട്. അതെന്ത് തേങ്ങയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഈ ട്രോളുകളിലൂടെയൊക്കെ ഈ രേണുസുതിയെ കേൾപ്പിക്കുന്നത് വേറൊന്നും അല്ല, അല്ലെങ്കിൽ രേണുസുതിയെ പറയുന്നത് അവരും വളരെ മാന്യമായ ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ അഭിനയമാണ് അവർക്ക് അവർ അതിനകത്ത് കാഴ്ചവെക്കുന്നത്. അവരുടെ കഴിവുകൾക്കുള്ളിൽ നിന്നല്ലേ അവർക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവർ മഞ്ജുവാര്യരെ പോലെ അഭിനയിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം അവർ മഞ്ജുവാര്യർ വേറൊരു വ്യക്തിയാണ്, രേണുസുതി വേറൊരു വ്യക്തിയാണ്. രേണുസുതിക്ക് നാടകങ്ങളിലൂടെയുള്ള പരിചയമാണ്. രേണുസുതി നാടകത്തിലൂടെയാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് അവർ ഈ പറയപ്പെടുന്ന ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നത്. അപ്പോൾ പക്ഷേ അപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ ഹൈലൈറ്റഡ് ആക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ വളരെ മാന്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? ബിക്കിനിയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ ഒന്നും വരെ പുകഴ്ത്തി പറയുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് ഇത്രയും അന്തസ്സോടുകൂടി അഭിനയിക്കുന്ന ഒരാളെ ഇങ്ങനെയധികം ബുള്ളിങ് ചെയ്യുന്ന എന്തിനാണെന്ന് നമ്മളെ തന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം. ശാരിക ചേച്ചിയുടെ സപ്പോർട്ട് ഒരു സമയത്ത് രേണുവിനെ ഇങ്ങനെ 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 കയ്യിൽ വെച്ച് അമ്മാനമാടുകയാണ്. അമ്മാതിരി രീതിയിൽ സപ്പോർട്ട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ജനങ്ങളും രേണുവിന് എതിരെ നിന്ന സമയത്ത് ശാരിക ചേച്ചി വന്നിട്ട് രേണുവിന് സപ്പോർട്ട്. അപ്പം മറ്റത് ഒഴുക്കിനനുസരിച്ച് നീന്താണ്ട് ഇപ്പുറത്ത് ഒറ്റയ്ക്കൊരു വരി പിടിച്ച് നീന്തി പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് വേറൊരു മാസീവ് സപ്പോർട്ട് വരും, ഞാനിവിടെ വേറൊരു സിംഗിൾ റിബൽ സ്റ്റാർ ആകും എന്നൊക്കെ ശാരിക ചേച്ചി വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു നീക്കം അന്ന് നീങ്ങിയത്. അതൊന്നും ഏക്കാതെ വന്നപ്പോൾ ഇപ്പൊ രേണുവിന് എതിരെ ഒന്ന് സംസാരിച്ച് നോക്കി കാണും. ഏത് സ്ക്രിപ്റ്റഡ് സാധനം
അങ്ങനെ അതും വെള്ളത്തിലായി, മറ്റതും വെള്ളത്തിലായി. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കാതെ 2 വെള്ളത്തിൽ ചവിട്ടിയ അവസ്ഥയാണ് ശാരിക ചേച്ചിക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ശാരിക തന്നെ ഇട്ടിട്ടുണ്ട്, കേട്ടു നോക്കാം. ശാരിക്ക് അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന്, രേണുസുതി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണുസുതി എത്തി. മറ്റ് ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം. ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. നല്ല ഗോതയായിരുന്നു കേട്ടോ, സ്ക്രിപ്റ്റഡ് ഗോത. അങ്ങനെ ഒരു ഗോതയൊക്കെ വെക്കുന്നത് വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ശാരിക ആയതാണ് പ്രശ്നം. വേറെ ആരെങ്കിലും വന്നിട്ട് ഈ സ്ക്രിപ്റ്റഡ് ഗോത വെച്ചിരുന്നെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യത്തില്ല. ഇതിപ്പോ ശാരിക അപ്പുറത്ത് വേറെ നിലപാട്, ഇപ്പുറത്ത് വേറെ നിലപാട്, ബാക്കിൽ വേറെ നിലപാടുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെടുത്തിട്ട് പഞ്ഞി കിടത്തില്ലേ ശാരിക. ഇതൊക്കെ അറിഞ്ഞും കണ്ടൊക്കെ പെരുമാറണ്ടേ. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നതെങ്കിലും എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കണം, നിലപാട് കാണിക്കണം. ഇത് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടും സ്ഥലം അനുസരിച്ചിട്ടും മാറിക്കൊണ്ടിരിക്കേണ്ട സാധനമല്ല ഈ നിലപാടെന്ന് പറയുന്നത്. നിലപാട് മാറുന്നതോറും നിലവാരമില്ലാതെ ആയിക്കൊണ്ടിരിക്കും എന്നതാണ് മറ്റൊരു വാസ്തവം. മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് മനസ്സിലാക്കണ്ട. നിലവാരവും നിലപാടും മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇനി ശാരികയും രേണുസുതിയും കൂടി വീട്ടിലിരുന്ന് ചിക്കൻ ബിരിയാണി വെച്ച് തിന്നാൽ എനിക്കൊന്നുമില്ല. പക്ഷെ നിലപാട് അതിവിടെ സോഷ്യൽ മീഡിയയിൽ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർ വന്നിട്ട് ചൂണ്ടിക്കാണിക്കും. പറ്റിയില്ലെങ്കിൽ കേട്ടും കൊണ്ട് വെറുതെ ഇരിക്കുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പുതിയ വീഡിയോ ഇടണം.